Hello dear students. Keynes theory of demand for money. Keynes theory of demand for money. This theory is also known as liquidity preference theory of interest. Liquidity preference theory of interest അല്ലെങ്കിൽ കെയ്നീഷ്യൻ ഇൻട്രസ്റ്റ് റേറ്റ് തിയറി എന്ന് പറയും. ഓക്കെ, കെയ്നീഷ്യൻ ഇൻട്രസ്റ്റ് റേറ്റ് തിയറി. അപ്പോൾ കെയ്ൻസ് ഡെവലപ്ഡ് ഹിസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഹിസ് വെൽ നോൺ ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. അപ്പോൾ നമുക്കറിയാം കെയ്നീഷ്യൻ എല്ലാ ഇക്കണോമിക് ഐഡിയാസും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജനറൽ തിയറി എന്നുള്ള അറിയപ്പെട്ട ഒരു ഫേമസ് ബുക്കിലാണ്. ബുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബുക്ക് നെയിം ഓഫ് ദാറ്റ് ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ ബുക്കിൽ നിന്നാണ് ഈ കെയ്ൻസിൻ്റെ എല്ലാ ഐഡിയാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ കെയ്ൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയും ഓൾസോ ദാറ്റ് തിയറി ഈസ് ഓൾസോ ഡിറൈവ് ഫ്രം ദിസ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഈ കെയ്ൻസ് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. ഒരു എക്കോണമിയിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് അതാരാണ്? ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ആരാണ്? ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. ഓക്കെ, equilibrium rate of interest is a point where demand for money is just equal to supply of money. That is Keynesian interest theory, Keynesian liquidity preference theory എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്കറിയാം, അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫോർ മണി? ഇനി നമുക്ക് എന്താണ് ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇനി നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിമാൻഡ് ഫോർ മണി? ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡിമാൻഡ് ഫോർ liquidity. Okay, demand for liquidity. Now the question, what is liquidity? Okay, liquidity is an certainty with which any asset that can be converted into money. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതൊരു അസറ്റാണ്. ദാറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പണത്തെ നമ്മൾ അസറ്റ് രൂപത്തിൽ ഒന്നുകിൽ കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ നിയർ മണിയാക്കി നമ്മൾ കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അസറ്റ്. ആ അസറ്റിൻ്റെ പ്രത്യേകത ഈസിലി, വെരി ക്വിക്ക് ആൻഡ് ഈസിലി നമുക്ക് എന്ത് ചെയ്യണം? മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ, വളരെ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ, people desire to keep money in liquid form. ഓക്കെ, ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹം. എന്തിനുള്ള ആഗ്രഹം? പണം കയ്യിൽ വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെയാണ്, അല്ലെങ്കിൽ അസറ്റാക്കി ലിക്വിഡ് ഫോമിൽ വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ താല്പര്യത്തെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, ദാറ്റ് മീൻ ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഡിമാൻഡ് ഫ്രം ദ പീപ്പിൾ ടു കീപ് മണി ഇൻ ലിക്വിഡ് ഫോം. ദാറ്റ് മീൻ ആക്ച്വലി ദാറ്റ് ഇസ് ദ ഡിമാൻഡ് ഫ്രം ദ പീപ്പിൾ to keep money in the form of liquid. Okay, in the form of liquid. അപ്പോൾ ലിക്വിഡിറ്റി ഫോമിൽ പണം സൂക്ഷിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം, അത് പെട്ടെന്ന് മണിയാക്കാൻ പറ്റുന്ന ഏത് ഫോമും ലിക്വിഡ് ഫോമാണ്. കയ്യിൽ വെക്കാം, ഓക്കെ, നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റ് രൂപത്തിലൊക്കെ ചെയ്ത് സേവിങ് ഡെപ്പോസിറ്റ് വെക്കാം. അങ്ങനെ പല രൂപത്തിൽ ATM നമുക്ക് എന്താ വെച്ചാൽ ബാലൻസ് സേവിങ് അക്കൗണ്ടിൽ ക്യാഷായിട്ട് റിസർവ് ആയിട്ട് വെക്കാം. ഇതൊക്കെ ലിക്വിഡ് ഫോമാണ്. അപ്പോൾ വൈ പീപ്പിൾ ആർ കീപ്പിംഗ് സം എമൗണ്ട് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഫോം? ഓക്കെ, എന്തിനാണ് ജനങ്ങൾ ഈ ക്യാഷ് ഇങ്ങനെ ഒരു ലിക്വിഡ് ഫോമായിട്ട് കയ്യിൽ വെക്കുന്നത്? കെയ്ൻസ് പറയാം, ദർ ആർ 3 സെപ്പറേറ്റ് മോട്ടീവ്സ് ബിഹൈൻഡ് ദിസ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ക്യാഷ് കയ്യിൽ വെക്കുന്നത്? അതിന് 3 പ്രധാനപ്പെട്ട ലിക്വിഡ് ഫോമായിട്ട് കയ്യിൽ വെക്കാൻ കാരണം എന്താണ്? 3 പ്രധാനപ്പെട്ട മോട്ടീവ്സ് ആണുള്ളത്. ഫസ്റ്റ്, ട്രാൻസാക്ഷൻ മോട്ടീവ്സ്. 2, പ്രിക്കോഷണറി മോട്ടീവ്. 3, speculative. There are 3 different types of motives behind this. Why people are keeping amount with them
ഫസ്റ്റ് റീസൺ ട്രാൻസാക്ഷൻ മോട്ടീവ്സ്, സെക്കൻഡ് പ്രിക്കോഷണറി മോട്ടീവ്, തേർഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. വാട്ട് ഈസ് മീൻ ബൈ transactions motive? And what is transaction demand for money? This is called a transaction demand for money. Okay, but transaction demand for money എന്ന് പറയുന്നത് people decide to hold money മെയിൻലി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ്. എന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങൾ പണം കയ്യിൽ വെക്കുന്നത് അവരെന്താണ് ട്രാൻസാക്ഷൻ പർപ്പസിനാണ്. ഓക്കെ, കാരണം അപ്പോൾ എവരി വൺ നീഡ്സ് ടു ഹോൾഡ് സം എമൗണ്ട് ഓഫ് മണി ടു ക്യാരി ഔട്ട് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. അല്ലേ, നമുക്ക് വീട്ടിൽ ചിലവുകളുണ്ട്, അതുകൊണ്ട് ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി എവരി വൺ നീഡ്സ് സം എമൗണ്ട് ഓഫ് മണി ദേ മസ്റ്റ് കീപ് വിത്ത് ദം ഫോർ ദ ഡെയിലി ട്രാൻസാക്ഷൻ. ഓക്കെ, കാരണം എന്താ വെച്ചാൽ പണം നമുക്ക് എന്ത് ഇൻകം എന്ന് പറയുന്നത് നോട്ട് റെഗുലർ. ഓക്കെ, മണി വി ആർ ഗെറ്റിംഗ് നോട്ട് എ റെഗുലർ ഒക്കെ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ക്യാഷ് കിട്ടണമെന്നില്ല. ചിലപ്പം ഡെയിലി ആയിരിക്കും, ഡെയിലി വൈകുന്നേരം ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഈ വീക്കിലി ആയിരിക്കും, മന്ത്ലി ആയിരിക്കും, ഇയർലി ആയിരിക്കും, പല രൂപത്തിലായിരിക്കും നമുക്ക് ക്യാഷ് കിട്ടും. പക്ഷേ ട്രാൻസാക്ഷൻ്റെ അവസ്ഥ എന്താണ്? ഓരോ മൊമെൻറ്റും നമ്മുടെ ലൈഫിൽ രാവിലെ തൊട്ട് വൈകുന്നേരം മുഴുവൻ ചിലവാണ്. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻകം വേണ്ടേ? ഇൻകം ഈസ് നോട്ട് എ സ്മൂത്ത് ആൻഡ് റെഗുലർ. ബട്ട് കൺസംഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ കീപ്പിംഗ് സം എമൗണ്ട് ഓഫ് മണി വിത്ത് ദം. ഓക്കെ, എനിക്കും എല്ലാ മാസവും ആദ്യത്തെ മാസം അഞ്ചാം തീയതിയുടെ ഉള്ളിലാണ് സാലറി കിട്ടുന്നത്. പക്ഷെ എൻ്റെ ചിലവ് ആ ത്രൂ ഔട്ട് ദ മന്ത് ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലവാണ്. അല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എല്ലാ മാസവും കുറച്ച് എമൗണ്ട് എൻ്റെ കയ്യിൽ വെക്കും. ഓക്കെ, അതാണ് കയ്യിൽ വെക്കും. എന്തിനു വേണ്ടി? ഫോർ മൈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. ദാറ്റ് ട്രാൻസാക്ഷൻ ഇസ് കാൾഡ് ട്രാൻസാക്ഷൻ മോട്ടീവ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് ചോദിച്ചാൽ പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി മെയിൻലി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ്. ജനങ്ങൾ ക്യാഷ് കയ്യിൽ വെക്കുന്നത് ട്രാൻസാക്ഷൻ പർപ്പസിലാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയൊന്നും നോക്കണ്ട. രണ്ട് കാരണം. ഫസ്റ്റ് എന്താണ്? ബിക്കോസ് ഇൻകം ഈസ് നോട്ട് റെഗുലർ. ഓക്കെ, കാരണം ഇൻകം റെഗുലർ അല്ല. ബട്ട് എന്താണ്? കൺസംഷൻ ഈസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കൺസംഷൻ. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഹെൻസ് പീപ്പിൾ ആർ കീപ്പിംഗ് സം എമൗണ്ട് വിത്ത് ദം. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ്സിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഒരു ഇൻകത്തിൻ്റെ ഫങ്ഷൻ. ദാറ്റ് മീൻ ഇൻകം കൂടിയാൽ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി ജനങ്ങൾ കയ്യിൽ വെക്കുന്ന പണത്തിന് എമൗണ്ട് കൂടും. ഇൻകം കുറഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ പർപ്പസിന് വേണ്ടി ജനങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിൻ്റെ എമൗണ്ട് കുറയും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ അല്ലെങ്കിൽ ഇൻകം. ഓക്കെ, ഇനി പ്രിക്കോഷണറി മോട്ടീവ്. വാട്ട് ഈസ് മീൻ ബൈ പ്രിക്കോഷണറി മോട്ടീവ്? പ്രിക്കോഷൻ, ജനങ്ങൾ ക്യാഷ് കയ്യിൽ വെക്കുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടി? ഫോർ പ്രിക്കോഷണറി പർപ്പസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻ പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി മെയിൻലി ഫോർ precautionary purpose is called precautionary motive. People decide to hold money mainly for precautionary motive is called precautionary motive. അപ്പോൾ കാരണം നമുക്കറിയാം പ്രിക്കോഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അൺസർട്ടനിറ്റി, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, അതുപോലെ ഫ്യൂച്ചർ റെസിപ്റ്റ്, ഇൻകം, അതുപോലെ എക്സ്പെൻഡിച്ചറും അൺസർട്ടൈൻ ആണ്. അല്ലേ, മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ ഭാവിയിൽ ഇൻകം കിട്ടുമോ എന്നുള്ളതാണ് അൺസർട്ടനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും അൺസർട്ടൈൻ ആണ്. അല്ലേ, ഓക്കെ, ബോത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ അൺസർട്ടൈൻ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പീപ്പിൾ ഹോൾഡ് സം എമൗണ്ട് ഓഫ് മണി വിത്ത് ദം. ഓക്കെ, എന്തിനു വേണ്ടി? ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസസ് in expenditure or unexpected delay in income or receipt. അപ്പോൾ നമുക്കറിയാം there is an uncertainty in future. Okay, both in income and expenditure. അല്ലേ, നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ആക്സിഡൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, ജോലി നഷ്ടപ്പെടുക, അങ്ങനെ പലതും സംഭവിക്കും. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ, അസുഖങ്ങൾ എന്തൊക്കെ വരാം.
ഓക്കെ. അപ്പോൾ ഇത് കാരണമൊക്കെ നമുക്ക് എക്സ്പെൻഡിച്ചറും ഉണ്ടാവും, ഇൻകം ലോസ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ബോത്ത് ഇൻകം ഫ്ലോ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫ്ലോ ആർ അൺസർട്ടൻ ഇൻ ഫ്യൂച്ചർ. അതുകൊണ്ട് എന്ത് ചെയ്യും, പീപ്പിൾ ആർ ഹോൾഡ് സം എമൗണ്ട് ഓഫ് മണി വിത്ത് ദം, ഓക്കെ, ഫോർ കോമ്പൻസേറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് അൺഫോർസീൻ ഇവൻറ്റ്സ്. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് ഓഫ് മണി നമ്മുടെ കൂടെ സൂക്ഷിക്കുന്നു, നമ്മൾ കയ്യിൽ വെക്കുന്നു. അപ്പോൾ ലൈക്ക് ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് ഇൻകം. ദാറ്റ് മീൻ ഇൻകം വർദ്ധിച്ച്, when income increases, the demand for precautionary purpose is also increases. When income decreases, the demand for precautionary motives also decreases. So such kind of relationship between speculative demand for money and income. Okay, precautionary demand for money and income. Now next, speculative demand for money. എന്താണ് speculative motive? Well, the speculative demand for money represent a distinct break with the classical theory. ഇത് ക്ലാസിക്കൽ തിയറിയിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് ഇവരുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, ഇതെന്താ വെച്ചാൽ പീപ്പിൾ ഹോൾഡ് മണി ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പണം കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഏണിങ്സ്, ഇൻകം ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ ജനങ്ങൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, ഊഹം. ഓക്കെ, ഊഹക്കച്ചവടം. ഓക്കെ, അല്ലെങ്കിൽ ഊഹം. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ പീപ്പിൾ ഹോൾഡ് മണി വിത്ത് ദം എന്തിനു വേണ്ടി, ടു മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇൻ ദി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയ്യിൽ വെക്കുന്ന പണത്തിനെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, speculative motives for speculative demand for money arises from expectation about the behavior of price in the bond market. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഡിസൈഡ് ചെയ്യുന്നത് അത് എങ്ങനെയാണ്, അത് ഡിമാൻഡ് ഫോർ മണി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫ്രം ദ എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ബിഹേവിയർ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ബോണ്ട് മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റ്, കെയ്ൻസ് പറയാണ്, ബോണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ബിഹേവിയറാണ് അത് തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ കയ്യിൽ വെക്കുന്ന പണത്തെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടും അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നത്, അത് പീപ്പിൾ എക്സ്പെക്ടേഷൻസ് about the behavior of prices in the bond market. ബോണ്ട് മാർക്കറ്റിൻ്റെ പ്രൈസിലുള്ള ജനങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു കെയ്ൻസ് ദർ ഈസ് എൻ ഇൻവേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസസ് ആൻഡ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസ്, അപ്പോൾ ബോണ്ട് മാർക്കറ്റിൽ നിന്നും എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ജനങ്ങൾ ക്യാഷ് കയ്യിൽ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ജനങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ് എത്ര എമൗണ്ട് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി കയ്യിൽ വെക്കണമെന്ന് തീരുമാനിക്കും. കെയ്ൻസ് പറയുന്നത് എന്താ വെച്ചാൽ ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസസ് ആൻഡ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷനാണ്. ഓക്കെ, ബോണ്ടിൻ്റെ പ്രൈസും ബോണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസും ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവേഴ്സ്ലി അസോസിയേറ്റഡ് ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഇൻട്രസ്റ്റ് ഈസ് വെരി ഹൈ, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയും. ഓക്കെ, ബോണ്ട് പ്രൈസ് കുറയും. എ ഡിക്രീസ് ഇൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദി ബോണ്ട് പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ, ഈ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയും.
മാർക്കറ്റ് റേറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അവിടെ. അത് ഇത് ഒരു സെയിം സാധനം തന്നെ കൊടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയും. ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കൂടും. ഓക്കെ, ബോണ്ട് പ്രൈസ് കൂടും. ദസ് മോർ എമൗണ്ട് ഓഫ് വെൽത്ത് വിൽ ബി ഹെൽഡ് ഇൻ ടേംസ് ഓഫ് ബോണ്ട് അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ബോണ്ട് വാങ്ങും. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ലോ. അതുകൊണ്ട് എന്തായാലും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. ഓക്കെ, ഇനി ഓൺ ദി അതർ ഹാൻഡ് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇഫ് ആൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് if increase in market rate of interest കൂടുകയാണ്. സപ്പോസ് an increase in market rate of interest an increase in the market rate of interest from the lower അപ്പോൾ താഴെ നിന്നും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂടുകയാണ്, ഹൈ ലെവലായി. അപ്പോൾ വിച്ച് റിസൾട്ട് ഡിക്രീസ് ദ ബോണ്ട് പ്രൈസ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ പിന്നെ ബോണ്ട് പ്രൈസ് കുറയും. ഓക്കെ, ദസ് ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ബോണ്ട് കംപ്ലീറ്റ് പ്രൈസ് കുറയാണ്. അപ്പോൾ ദസ് ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ഇൻവെസ്റ്റ് ബോണ്ട് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബോണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കാരണം ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നല്ല തീരുമാനമല്ല എന്നുള്ളൊരു ഡിസിഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സും ജനങ്ങളെടുക്കും. അപ്പോൾ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ് കറസ്പോണ്ടിങ് ടു ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്ത് ലോവർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും കറസ്പോണ്ടിങ് ടു ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവ് ആയാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടും. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, അപ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞാൽ ജനങ്ങൾ കംപ്ലീറ്റ് ക്യാഷും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് കയ്യിൽ വെക്കും. ഓക്കെ, അതാണ് ഡിമാൻഡ് ഫോർ. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര കയ്യിൽ ക്യാഷ് വെക്കണം എന്ന് തീരുമാനിക്കാം എക്കോണമിയിലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി തീരുമാനിക്കുക. നമുക്കറിയാം പ്രിക്കോഷണറി മോട്ടീവും ട്രാൻസാക്ഷൻ മോട്ടീവ്സും ഡിമാൻഡ് ഫോർ മണി ഡിറ്റർമിൻ ചെയ്തത് ഇൻകം ആയിരുന്നു. പക്ഷേ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഡിറ്റർമിൻ ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം ഈ ദ ഡിമാൻഡ് ഫോർ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോവർ ആണെങ്കിൽ എന്തായിരിക്കും? ദ ഡിമാൻഡ് ഫോർ മണി will be higher. Okay, that kind of relation exists between demand for money and rate of interest. Inverse association between demand for money and rate of interest. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നോട്ട് ദ ഫങ്ഷൻ ഓഫ് ഇൻകം. പ്രിക്കോഷനും അതുപോലെ ട്രാൻസാക്ഷൻ മോട്ടീവ്സും എന്തിൻ്റെ ഫങ്ഷനാണ്? ഇൻകത്തിൻ്റെ ഫങ്ഷനാണ്. പക്ഷേ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ speculative demand for money and rate of interest can be seen in this figure. Okay, figure lo കാണാൻ പറ്റും. Okay, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി, ഒരാളുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഈസ് എ കോമ്പോസ്ഡ് ഓഫ് 3 elements. അപ്പോൾ ഒരാളുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ട്രാൻസാക്ഷൻ പ്ലസ് പ്രിക്കോഷണറി മോട്ടീവ്സ് പ്ലസ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഈക്വൽ ടു ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി പ്ലസ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി പ്ലസ് speculative demand for money. Now the question, how we can determine the equilibrium rate of interest? The equilibrium rate of interest rate is determined by the intersection of demand for money function and supply of money function. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി നമ്മൾ പറഞ്ഞു, ഡിമാൻഡ് ഫോർ മണി ഈസ് എ സമ്മേഷൻ ഓഫ് ട്രാൻസാക്ഷൻ, സ്പെക്കുലേഷൻ ആൻഡ് പ്രിക്കോഷൻ. ഓക്കെ, ഇനി നൗ what is mean by supply of money? Keynesian theory of
ഇൻട്രസ്റ്റ് റേറ്റിൽ സപ്ലൈ ഓഫ് മണി എന്താണ്? ദ സപ്ലൈ ഓഫ് മണി ഇൻ ദി എക്കോണമി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ് സപ്ലൈ ഓഫ് മണി തീരുമാനിക്കും. ദസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ വെർട്ടിക്കൽ സ്ട്രൈക്ക് ലൈൻ. അപ്പം ഇതൊരു ഓട്ടോമാറ്റിക് ഫോഴ്സാണ് സപ്ലൈ ഓഫ് മണി തീരുമാനിക്കുക. സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു സാധനമല്ല money supply. Now the equilibrium rate of interest rate. Okay, given the supply of money and the level of income at some particular interest rate, the sum of the transaction precautionary and the speculative demand for money will just equal the supply of money. Okay, അപ്പോൾ rate of interest എന്ന് പറയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയുമാണ്. ഓക്കെ, ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഈക്വേറ്റ് ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഈസ് ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് എ പോയിന്റ് വേർ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി ഫംഗ്ഷൻ. In this figure, x-axis we measure demand for money and supply of money. Y-axis we measure rate of interest. MS is the supply of money, which is vertical axis, which is vertical straight line, which is determined by the central bank of a nation. MD is the demand for money, which is a summation of precautionary motive, speculative motives and a transaction motives. Okay, ഇതിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ വിച്ച് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നൗ ദി ഇക്വിലിബ്രിയം ഈസ് പോയിന്റ് അറ്റ് ഇ വേർ എം ഡി ഈസ് ഈക്വൽ ടു എം എസ്. ദാറ്റ് മീൻ അറ്റ് പോയിന്റ് ഇ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആർ, അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇക്വേറ്റിംഗ് എം ഡി ഈക്വൽ ടു എം എസ്. അപ്പോൾ ദിസ് ഈസ് ദ കെയ്നീഷ്യൻ തിയറി ഓഫ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു കെയ്ൻസ് ഇൻട്രസ്റ്റ് ഈസ് എ പ്യൂർലി മോണിറ്ററി ഫിനോമിന. കെയ്ൻസ് ഇതൊക്കെ ഷോർട്ട് ആൻസർ ചോദിക്കാനല്ല, ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻട്രസ്റ്റ് ഈസ് എ പ്യൂർലി മോണിറ്ററി ഫിനോമിന. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്യൂർലി എ മോണിറ്ററി ഫിനോമിന. ഇൻട്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിവാർഡ് ഫോർ പാർട്ടിംഗ് വിത്ത് ലിക്വിഡിറ്റി. ഇൻട്രസ്റ്റ് ഈസ് എ പ്യൂർലി റിവാർഡ് ഫോർ പാർട്ടിംഗ് വിത്ത് ലിക്വിഡിറ്റി. ഇതും ചോദിക്കൂട്ടോ. ഇൻട്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിവാർഡ് ഫോർ പാർട്ടിംഗ് വിത്ത് ലിക്വിഡിറ്റി. ആര് പറഞ്ഞു? ഓക്കെ എന്ന് വെച്ചാൽ അപ്പം ജെയിം കെയ്ൻസ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇൻട്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിവാർഡ് ഫോർ പാർട്ടിംഗ് വിത്ത് ലിക്വിഡിറ്റി, എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ തിയറി മൊത്തം എഴുതണം. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ മോണിറ്ററി ഫാക്ടേഴ്സ്, ദാറ്റ് മീൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി അക്കോർഡിംഗ് ടു കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഈ മുകളിൽ പറഞ്ഞ ഡിമാൻഡ് ഫോർ മണിയും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഫിക്സ് ചെയ്യുന്ന സപ്ലൈ ഓഫ് മണിയാണ് രണ്ടും മോണിറ്ററി ഫിനോമിന. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എ മോണിറ്ററി ഫിനോമിന. കാരണം മോണിറ്ററി ഫാക്ടേഴ്സായ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണിയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് പണത്തിൻ്റെ രൂപത്തിന്. ദസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മോണിറ്ററി ഫിനോമിന. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് എ പ്യൂർലി എ മോണിറ്ററി ഫിനോമിന അക്കോർഡിംഗ് ടു ജെയിം കെയ്ൻസ്. Okay, this is about the Keynesian theory of interest rate, Keynesian liquidity preference theory. Now the question, what is liquidity trap? ഇതൊരു ഷോർട്ട് ആൻസർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഡയഗ്രത്തിൽ കൊടുത്ത ഒരു ട്രാപ്പാണ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ലിക്വിഡിറ്റി ട്രാപ്പ്, Keynesian liquidity trap. The speculative demand for money is inversely related to rate of interest in Keynesian analysis. നമുക്കറിയാം Keynesian economics speculative demand for money is a function of rate of interest. It is an inversely associated with rate of interest. എന്ന് പറഞ്ഞാൽ rate of interest കൂടിയാൽ demand for money കുറയും, rate of interest കുറഞ്ഞാൽ demand for money കൂടും. ഓക്കെ, അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ പീപ്പിൾ ഡിമാൻഡ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വിൽ ബി വെരി ഹൈ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് താഴെ അങ്ങോട്ട്
താഴോട്ട് വരികയാണെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് ഫോർ മണി കൂടും. ഓക്കെ, ഇൻഫിനിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് ഫോർ ജനങ്ങൾ ക്യാഷ് കയ്യിൽ വെക്കും. ആൻഡ് അറ്റ് ലോവർ ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് more and more people expect interest rate to go up in the future. കാരണം എന്താ ചോദിച്ചാൽ, ഡിമാൻഡ് ഫോർ മണി കൂടാൻ കാരണം ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ വിചാരിക്കും വീണ്ടും എന്ത് ചെയ്യുന്നു, പീപ്പിൾ എക്സ്പെക്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഗോ അപ്പ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറയാണ്, ജനങ്ങൾ വിചാരിക്കുക ഇങ്ങനെ കുറഞ്ഞ ഉറപ്പാണ് ഭാവിയിൽ എന്താണ്, ഭാവിയിൽ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റേഷനിൽ ജനങ്ങൾ ക്യാഷ് കയ്യിൽ കൂടുതൽ വെക്കും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ നമുക്കറിയാം ബോണ്ടിൻ്റെ പ്രൈസ് കൂടും. കോൺസിക്വൻ്റ്ലി അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എവരി വൺ മേ ബിക്കം കൺവീൻസ്ഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് റൈറ്റ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ റേറ്റ് കൂടും എന്ന് കരുതി ജനങ്ങൾ കംപ്ലീറ്റ് ക്യാഷും കയ്യിൽ വെക്കും. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ദിസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷൻ ഓഫ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് കാൾഡ് ആസ് ദ ലിക്വിഡിറ്റി ട്രാപ്പ്. ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ്ഡ് അറ്റ് മാക്സിമം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം കുറയുകയാണെങ്കിൽ, ഇപ്പോൾ 2%, ഇവിടെ ഒരു കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട് അറ്റ് 2%. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2% ആയിക്കഴിഞ്ഞാൽ, അതിലും താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡിറ്റി ഡിമാൻഡ് ഫോർ മണി കണ്ട ആ കർവ് കണ്ട് നിങ്ങൾ, ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഒരു ഇൻഫിനിറ്റി കർവ് രൂപത്തിലല്ല. ആ 2% ലൈൻ നോക്ക് നിങ്ങൾ, ആ ലിക്വിഡിറ്റി ട്രാപ്പ് 2% എന്താ വരുന്നത്, ഡിമാൻഡ് ഫോർ മണി ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇൻഫിനിറ്റി എമൗണ്ട് ആയിരിക്കും ജനങ്ങൾ കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡിമാൻഡ് ഫോർ മണിയെ തീരുമാനിക്കുന്നത്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്നും ഒരു മിനിമം ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ കംപ്ലീറ്റ് കയ്യിലുള്ള ക്യാഷ്, അവരുടെ അടുത്തുള്ള കംപ്ലീറ്റ് മണിയും സ്പെക്യുലേറ്റീവ് പർപ്പസിന് വേണ്ടി ക്യാഷ് കയ്യിൽ വെക്കും. ഓക്കെ, അതിന് പറയുന്ന അങ്ങനെ ഒരു ട്രാപ്പിലെത്തുന്ന സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും ഈഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോവർ അറ്റ് ദ മാക്സിമം. ഓക്കെ, ഒരു ബോട്ടം ലെവലിൽ ഒരു മാക്സിമം, ഒരു ബോട്ടം ലെവലിൽ ഒരു മാക്സിമം എത്തിയ ഒരു പോയിന്റ്. അപ്പോൾ 2%, എക്സാമ്പിൾ, ഒരു മാക്സിമം കട്ട് ഓഫിലോട്ട് പോയി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2% മുകളിലൊക്കെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഒരു ഇൻവേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നത്. 2% അതിൽ താഴോട്ട് പോയാൽ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ആ പോർഷന് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ആ ട്രാപ്പ് എന്തുകൊണ്ടാണ്, ഡിമാൻഡ് ഫോർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും അതിൻ്റെ ലോവർ ലെവൽ ആയത് കാരണമാണ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് എന്താണ് ആ ലോവർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ കംപ്ലീറ്റും എന്ത് ചെയ്യും, ജനങ്ങൾ അവരുടെ കംപ്ലീറ്റ് എമൗണ്ട് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി ക്യാഷ് കയ്യിൽ വെക്കും. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ആസ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഓക്കെ, ഇനി in the liquidity trap, asset holders അല്ലെങ്കിൽ people will absorb unlimited quantities of money into idle balance without using any of it to buy bond. ബോണ്ട് മാർക്കറ്റിൽ ബോണ്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് ഐഡിൽ ക്യാഷായിട്ട് ഇപ്പോൾ ആ 2% ലെവലിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നാൽ ക്യാഷായിട്ട് കയ്യിൽ ഇങ്ങനെ വെക്കും, കയ്യിൽ സൂക്ഷിക്കും.
ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതാണ്. അപ്പോൾ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്? ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ നെവർ ബി ഈക്വൽ ടു സീറോ. ഒരിക്കലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സീറോ ആവില്ല. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കനോട്ട് ബി പുഷ് ഡൗൺ ബിലോ ദ ലെവൽ സെറ്റ് ബൈ ദ ലിക്വിഡിറ്റി ട്രാപ്പ്. ആ ലിക്വിഡിറ്റി ട്രാപ്പ് 2%, അതിൻ്റെ താഴോട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ കുറയില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. പിന്നെ ഇഫ് ദ എക്കോണമി ഈസ് ഇൻ ദ ലിക്വിഡിറ്റി ട്രാപ്പ്, മോണിറ്ററി പോളിസി ഈസ് ഇൻഎഫക്റ്റീവ്. അങ്ങനെ ഒരു എക്കോണമി ഈ ലിക്വിഡിറ്റി ട്രാപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോണിറ്ററി പോളിസി ഒന്നും സർക്കാർ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് ഇൻഎഫക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പോളിസി ഓഫ് എ ജനറൽ വേജ് കട്ട് ഈസ് ഇൻഎഫക്റ്റീവ് ഇൻ ദി ലിക്വിഡിറ്റി ട്രാപ്പ്. ഈ വേജ് കട്ട് എന്നുള്ള പോളിസി ഉണ്ടല്ലോ, ഇതൊക്കെ ഇൻഎഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ വന്നാൽ. ഓക്കെ, ആൾ ഓഫ് യു ഗോട്ട് ഇറ്റ് ഐ തിങ്ക്. അപ്പോൾ ഈ കർവ് കണ്ട നിങ്ങൾ, OX ആക്സിസിൽ ഡിമാൻഡ് ഫോർ മണി, OY ആക്സിസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, liquidity trap curve, MD is the demand for money, MS supply of money, MS1 supply of money, MS2 is a supply of money. അതും വ്യത്യസ്ത ഡിഫറെൻറ്റ് വെർട്ടിക്കൽ സപ്ലൈ ഓഫ് മണിയാണ്. ആ MS2 അതുപോലെ തന്നെ MD ഈക്വൽ ആവുന്ന പോയിൻ്റ് ആണ്. അതൊന്നും ഇങ്ങോട്ടാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് 2%. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി ബിക്കം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ if rate of interest reach a minimum level, the demand for money is completely അല്ലെങ്കിൽ perfectly elastic. That situation is called liquidity trap. Okay.